എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. എന്തെങ്കിലും സൽക്കാരങ്ങളിലോ അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ നമുക്കൊരു മധുരം കഴിക്കണം തോന്നുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങിന്റെ റെസിപ്പിയാണ്. കൂടാതെ ഇതിലേക്ക് ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ നല്ല കിട്ടിലും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പം നമ്മുടെ ഈ ഒരു പുഡിംഗ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 3 മാമ്പഴമാണ്. ഇതിലേക്ക് നമ്മൾ മാമ്പഴം എടുക്കുമ്പം ഒട്ടും തന്നെ പുളിയില്ലാത്ത നല്ല മധുരമുള്ള മാമ്പഴം തന്നെ നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പുളിയുള്ളത് എടുത്താൽ അത്ര ഒരു രുചി ഉണ്ടാവില്ല. നല്ല മധുരമുള്ള നല്ല തേനൂറുന്ന മാമ്പഴം എടുത്താൽ ഈ ഒരു പുഡിംഗ് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ആദ്യം നമുക്ക് ഈ ഒരു 2 മാമ്പഴത്തിൻ്റെ ആവശ്യമുള്ളൂ. ഒരെണ്ണം ലാസ്റ്റത്തേക്ക് മതി. അപ്പോൾ ഒരെണ്ണം എടുത്ത് മാറ്റി വെക്കാം. ഇതുണ്ടല്ലോ, ഈ ഒരു വലിപ്പമുള്ള 2 മാമ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് മിക്സിയുടെ ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു അരക്കപ്പളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു അരക്കപ്പളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് തിളപ്പിച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ ചൂട് പോയതിന് ശേഷമാണ് പാല് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ല പോലെ തന്നെ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് കണ്ടില്ല, ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ ഇതുപോലെ മാങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു കട്ടിക്ക് അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മാങ്ങയിൽ നിന്ന് പകുതിയോളം എടുത്ത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ പകുതി ഞാനെടുത്ത് വേറൊരു പാത്രത്തിൽ ഇതുപോലെ മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഒരു മാംഗോ പ്യൂരിയിൽ നമുക്കൊരു അരക്കപ്പും കൂടി പാല് ചേർത്ത് കൊടുക്കാം. അതും തിളപ്പിച്ചിട്ട് ആറിയ പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഇതിലേക്കൊരു അരക്കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമേ മാറ്റി വെച്ചിട്ടുള്ള ഒരു മാങ്ങാപ്പഴം ഇല്ലേ, ആ ഒരു മാങ്ങാപ്പഴം ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇത് കണ്ടില്ല, ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി വേണം നമ്മളൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു മാങ്ങയ്ക്കൊക്കെ നല്ല മധുരം ഉണ്ടായിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ നല്ല തണുത്ത വിപ്പിംഗ് ക്രീം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു വിപ്പിംഗ് ക്രീമിന് മധുരമുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന വിപ്പിംഗ് ക്രീമിന് മധുരമില്ലെങ്കിൽ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പം ഈ ഒരു ക്രീം നല്ല പോലെ തന്നെ ഞാനൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഇത് കണ്ടില്ല, ഈ ഒരു പരുവത്തിന് നല്ല പോലെ തന്നെ ഞാൻ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു മാംഗോ പ്യൂരി ഇല്ലേ, അതിൽ നിന്നൊരു അരക്കപ്പ് ഇതിലേക്ക് ഇപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി കുറച്ച് ലാസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുത്തൊന്ന് മാറ്റി വെക്കുക. അപ്പോൾ അരക്കപ്പ് അളവിൽ മാംഗോ പ്യൂരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു അരക്കപ്പ് അളവിൽ മാംഗോ പ്യൂരിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് നമ്മൾ ഏത് പാത്രത്തിലാണ് പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലിയൊരു പുഡിംഗ് ട്രേയിലാണ് ഈ ഒരു പുഡിംഗ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഇതിലേക്ക് ഒരു 8 പീസ് ബ്രെഡ് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ മുറിഞ്ഞിട്ടുള്ള ഒരു 4 വശം ഒന്ന് കട്ട് ചെയ്ത് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഏത് പാത്രത്തിലാണ് നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രം എടുക്കുക. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ ഞാൻ ഓരോ ബ്രെഡിൻ്റെ ഒരു സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാംഗോയുടെയും പാലിൻ്റെ ഒരു മിക്സിലേക്ക് ഈ ഒരു ബ്രെഡ് നന്നായിട്ടൊന്ന് മുക്കിയിട്ടെടുക്കാം. അതിനുശേഷം ഈ ഒരു ബ്രെഡ് നമുക്ക് ഈ ഒരു പുഡിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഈ ഒരു രീതിക്ക് തന്നെ എത്രത്തോളം ബ്രെഡ് വെച്ചിട്ടാണ് ആ ഒരു പുഡിംഗ് ട്രേ ഫില്ലാവുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു മാംഗോയുടെയും പാലിൻ്റെ ഒരു മിക്സിലേക്ക് ആദ്യം ഒരു ബ്രെഡ് ഒന്ന് മുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് അടുക്കി വെച്ച് കൊടുക്കാം. ഇതിൽ മുക്കിയിട്ട് ബ്രെഡ് ഒന്ന് അടുക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുള്ള ഒരു മാമ്പഴമാണ്. ആ ഒരു മാമ്പഴം ഇതുപോലെ നമുക്കൊന്ന് വെതറിയിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. 2 ലെയറായിട്ടാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ക്രീം ആദ്യം അങ്ങ് തേക്കണ്ട. ആ ഒരു ബ്രെഡ് ഒന്ന് ഫില്ലാകുന്ന രീതിയിലുള്ള ക്രീം നമ്മൾ തേച്ച് കൊടുത്താൽ മതി. ഇനി ഈ ഒരു ക്രീമിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മാങ്ങ കഷ്ണങ്ങളില്ലേ, ആ ഒരു മാങ്ങ കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് വെതറിയിട്ട് കൊടുക്കുക.
അപ്പോൾ ആ ഒരു മാമ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലൊന്ന് വെതറി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ബ്രെഡ് ഈ ഒരു മാംഗോയുടെയും പാലിൻ്റെ ഒരു മിക്സിൽ ആദ്യം ഒന്ന് മുക്കുക. അതിനുശേഷം നമുക്കിതിലേക്കൊന്ന് അടുക്കി വെച്ച് കൊടുക്കാം. അങ്ങനെ ബാക്കി 3 എണ്ണം കൂടി ഞാനൊന്ന് അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ക്രീം നമുക്ക് ഫുള്ളായിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഫുള്ളായിട്ട് തന്നെ ഞാൻ ഒരു ക്രീം ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യമേ ഒരു മാമ്പഴം അടിച്ചെടുത്ത് കുറച്ച് മാംഗോപ്പൂരി എടുത്തുനിന്ന് മാറ്റി വെച്ചില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതൊരു ലൈൻ പോലെ നമുക്ക് വരച്ച് കൊടുക്കാം. ഈ ഒരു രീതിക്ക് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാമെന്നാണ് ഇതിൻ്റെ ഒരു മുകൾ ഭാഗം. അതിനുശേഷം ഒരു സ്റ്റിക്ക് ഇതുപോലെ എടുത്തിട്ട് ഒരു സൈഡിലേക്ക് ആദ്യം ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് വരച്ച് കൊടുക്കുക. ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ലൈൻ പോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് വരച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു ഡിസൈൻ പോലെ നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ടും ആ ഒരു സൈഡിലായിട്ടും ഒക്കെ നമുക്ക് ചെറിയതായിട്ട് ഒരു മാംഗോ കട്ട് ചെയ്തതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇഷ്ടമുള്ള രീതിക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. 3 മുതൽ ഒരു 4 മണിക്കൂർ വരെയാണ് കേട്ടോ നമുക്കിത് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരുന്ന ഒരു സമയം എന്ന് പറയുന്നത്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. നല്ലപോലെ തന്നെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കാവുള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ല, ഞാനൊരു 4 മണിക്കൂറിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണ്. ഇത് കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിതിവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്തും കൊണ്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു മാംഗോ ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ആ ഒരു മാമ്പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തുകൊണ്ട് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പുഡിംഗ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു പുഡിംഗ് തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ് വീണ്ടും, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു പുഡിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മാമ്പഴം എടുക്കുമ്പം ഒട്ടും പുളിയില്ലാത്ത നല്ല മധുരമുള്ള നല്ല തേനൂറുന്ന മാമ്പഴം തന്നെ വന്നിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു പുഡിംഗ് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ചെറിയൊരു പുളി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്ര ഒരു രസം ഉണ്ടാവില്ല കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ നല്ല കിഡിലും പുഡിംഗ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഇതൊരു സെറ്റായിട്ട് വരുന്ന ഒരു സമയം മാത്രമേ കൂടുതലായിട്ട് ആവുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.